ബാലപീഡനത്തിന്റെ പൊരുൾ തേടിയിറങ്ങിയ പോലീസിനും ചാനൽ ഡി ന്യൂസ് സംഘത്തിനും കാണാൻ കഴിഞ്ഞത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മിഠായി നിർമ്മാണം. കുന്നത്തേരി നെല്ലേപ്പിള്ളി റോഡിൽ പ്രവർത്തിക്കുന്ന JMS സ്വീറ്റ്സിൽ നടത്തിയ പരിശോധനയാണ് ഞെട്ടലുണ്ടാക്കിയത്. സൂപ്പർ മാർക്കറ്റുകളിലും ബേക്കറികളിലും വർണ്ണക്കടലാസിൽ പൊതിഞ്ഞുവച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളാരും ഇതിന്റെ നിർമ്മാണ ഉറവിടം ഓർക്കാറില്ല. ഭംഗിയായി പാക്ക് ചെയ്ത് അടക്കി വച്ചിരിക്കുന്ന പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി കുട്ടികളെ തൃപ്തിപ്പെടുത്തുമ്പോൾ ചിലതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇത് ആലുവക്കടുത്ത് കുന്നത്തേരി നെല്ലേപ്പിള്ളി റോഡിലെ JMS സ്വീറ്റ്സ് എന്ന സ്ഥാപനത്തിന്റെ അടുക്കളയാണ്. രവി എന്നയാളുടെ വീടിനും തൊഴുത്തിനുമിടയിൽ താൽക്കാലികമായുണ്ടാക്കിയ ഈ ഷെഡിനെ കമ്പനി എന്ന് തന്നെ വിളിക്കാം. ഇവിടെയാണ് ആലുവയിലെയും പരിസര പ്രദേശങ്ങളിലെയും കടകളിൽ ലഭിക്കുന്ന കടല, കപ്പലണ്ടി എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള മിഠായികളും മധുര പലഹാരങ്ങളും ഉണ്ടാക്കിയിരുന്നത്. തിരുവനന്തപുരത്ത് ബാലവേലയ്ക്കിടയിൽ രക്ഷപ്പെട്ട 2 കുട്ടികൾ പിടിയിലായതിനെ തുടർന്നുള്ള അന്വേഷണമാണ് പോലീസിനെയും മാധ്യമപ്രവർത്തകരെയും ഇവിടെ എത്തിച്ചത്. സ്ഥലത്തെത്തുമ്പോൾ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പലഹാര നിർമ്മാണം തകർക്കുകയായിരുന്നു. കപ്പലണ്ടികളും മറ്റു സാധനങ്ങളും തുറന്നിട്ട നിലയിലായിരുന്നു കിടന്നത്. തൊട്ടടുത്ത തൊഴുത്തിൽ നിന്നും ചാണകക്കുഴിയിൽ നിന്നും മലിനജലം ഒഴുകിവന്ന് കെട്ടിക്കിടന്നിരുന്നത് മിഠായി കമ്പനിയുടെ ചുറ്റുമാണ്. വേണ്ടത്ര സുരക്ഷയോ ശുചീകരണ സംവിധാനങ്ങളോ ഇല്ലാതെ വർഷങ്ങളായി കുന്നത്തേരിയിലെ തന്നെ ദാറുസലാം റോഡിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനിയാണ് പരിസര മലിനീകരണത്തെ തുടർന്ന് കെട്ടിട ഉടമ കഴിഞ്ഞ ദിവസം ഒഴിപ്പിച്ചത്. ഇവിടത്തെ കക്കൂസ് മാലിന്യങ്ങൾ വരെ നീക്കം ചെയ്യാൻ പ്രേരിപ്പിച്ചതിന്റെ പേരിലാണ് 2 കുട്ടികൾ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ച് നാടുവിടുകയും തിരുവനന്തപുരത്ത് പിടിയിലാവുകയും ചെയ്തത്. ഈ കമ്പനി പുതിയ കെട്ടിടത്തിൽ കഴിഞ്ഞ ദിവസമാണ് പ്രവർത്തിച്ചു തുടങ്ങിയത്. പഞ്ചായത്ത് ഹെൽത്ത് വിഭാഗത്തിൽ നിന്നും പരിശോധനയ്ക്കായി കൃത്യമായി ഉദ്യോഗസ്ഥർ എത്താറുണ്ടെങ്കിലും അകത്തുകയറി നോക്കാറില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പഞ്ചായത്ത് ഭരണസമിതിക്കാരോട് പരാതി പറഞ്ഞാലും പരിഹാരമില്ല. ഏതായിരുന്നാലും പരിശോധനയെ തുടർന്ന് കൂടുതൽ അന്വേഷണം നടത്തുവാൻ പോലീസ് ഹെൽത്ത് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചാനൽ ഡി ന്യൂസ് ഡെസ്കിൽ നിന്നും ക്യാമറമാൻ ഷാജി കോട്ടപ്പറമ്പിലിനൊപ്പം റിയാസ് കുട്ടമശ്ശേരി.